BJPയുടെയും CPMൻ്റെയും തന്ത്രം കേരളത്തിൽ നല്ല രീതിയിൽ ഫലിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MP സ്ഥാനത്തു നിന്ന് മാറി MLA സ്ഥാനത്തേക്ക് മാറിയാൽ അത് ആർത്തി. MLA സ്ഥാനത്തു നിന്ന് വീണ്ടും MLA സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ അത് ആർത്തിയില്ല. ഇത് ആരുടെ വാചകങ്ങളാണ്? കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നവരെ പിടിച്ച് MP സ്ഥാനത്ത് മത്സരിച്ചപ്പോൾ അത് ആർത്തി അല്ല, അത് പാർട്ടിയുടെ ആവശ്യം. എന്തോന്ന് മാങ്ങാത്തൊലിയാണ് ഈ പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല സൂപ്പർ ഒരു MLA കിട്ടിയായിരുന്നു. പിണറായിയുടെ അഭ്യാസങ്ങൾ മുഴുവൻ പിണറായി എടുത്തിട്ടും അവൻ്റെ രോമത്തിൽ തൊടാൻ പറ്റിയില്ല. അവൻ്റെ പേരാണ് മാത്യു കുഴൽനാടൻ. അവനെ ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. അവൻ മൂവാറ്റുപുഴയ നഗരം മധ്യത്തിലൂടെ 4 വരി പാത ഞങ്ങൾക്ക് തുറന്നു തന്നു. ഞങ്ങൾ 2-3 മണിക്കൂറുകൾ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മുൻകാല MLA മാർ മുഴുവൻ മുടക്കിയിട്ട, കാശ് മേടിച്ച് മുടക്കിയിട്ട, ആരിൽ നിന്ന്? വ്യവസായികളിൽ നിന്ന്. അവരെ എല്ലാം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തതയോടുകൂടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മാറ്റി സ്ഥാപിച്ച് അവിടെ കാര്യങ്ങൾ നേടിയെടുത്തു. ഉപദ്രവിക്കാവുന്ന ഉപദ്രവങ്ങൾ മുഴുവൻ പുള്ളി സഹിച്ചു. എന്നിട്ടും ഏകദേശം 1500ഓളം കോടി രൂപ മൂവാറ്റുപുഴയിലേക്ക് ചെലവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പാമ്പും ചേമ്പും ചേനയൊക്കെ കയറിക്കിടന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ബസ് സ്റ്റാൻഡ്. പുതിയതായിട്ട് നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പൊളിച്ചു കിടന്നത് പണിയാൻ തുടങ്ങിയതാണ്. അതങ്ങനെ കിടപ്പായിട്ട് 20 വർഷത്തോളം കിടന്നു. അത് ഇന്ന് മനോഹരമാക്കി അങ്ങ് തന്നിട്ടുണ്ട്. ഒരു ബൈപ്പാസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതും അങ്ങ് മനോഹരമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് മൂവാറ്റുപുഴയിലത്തെ ജനങ്ങൾ മാത്യുവിൻ്റെ പുറകിൽ ഉറച്ചുണ്ട്. UDFൻ്റെ ശക്തമായ സീറ്റാണത്. ഓക്കെ, പക്ഷേ ഞാൻ കേരളത്തോട് ചോദിക്കുകയാണ്, കോൺഗ്രസിൻ്റെ ഓരോ സ്ഥാനാർത്ഥികളോടും, സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള ആളുകളോടും അല്ലാത്തവരോടും ചോദിക്കുകയാണ്, നമുക്കെന്താണ് വേണ്ടത്? തുടർ ഭരണം CPMന് കൊടുക്കുകയാണോ വേണ്ടത്, അത് കോൺഗ്രസ് ഭരിക്കുകയാണോ വേണ്ടത്? തീരുമാനിക്കുക. നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നാം വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കുള്ളത് നാം തിരഞ്ഞെടുക്കുക.